കായംകുളത്തിന് പുത്തൻ ഉണർവേകി കായംകുളം ഫെസ്റ്റ് 2024. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കായംകുളത്തിന് പുത്തൻ ഉണർവ് നൽകി കായംകുളം ഫെസ്റ്റ് 2024 എത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കുട്ടികൾക്കുള്ള പ്രത്യേകം റൈഡുകൾ, കൗതുക കാഴ്ചകളുടെ വിസ്മയവുമായി അക്വാ പെറ്റ് ഷോ, പറക്കുന്ന അണ്ണാൻ, പെരുമ്പാമ്പിനത്തിൽപ്പെട്ട പൈത്തൻ പാമ്പുകൾ, നിങ്ങളോട് സംസാരിക്കുവാൻ വലിയ പക്ഷിമക്കാവോ, പാട്ടുകെട്ടാൽ ഡാൻസ് കളിക്കുന്ന കൊക്കറ്റാവോ, ആഫ്രിക്കൻ പൂച്ച, വെള്ള നിറത്തിലുള്ള മുള്ളംപന്നി, ഒട്ടനകം കൗതുകം ഉണർത്തുന്ന പെറ്റ് ഷോ. കായംകുളത്ത് ജനങ്ങൾ നെഞ്ചിലേറ്റി വൻ തിരക്കുകളോടെ കായംകുളം ഫെസ്റ്റിവൽ എൽമസ് ഗ്രൗണ്ടിൽ. എന്റർടൈൻമെന്റ് ഇല്ലാത്ത കായംകുളം എന്നാണ് കായംകുളത്തിന് പുറത്ത് ചർച്ച ചെയ്യുന്നത്. ഇത്രയും ഗംഭീരമായ ഒരു എന്റർടൈൻമെന്റ് കായംകുളത്ത് ഓണമായിട്ട് സംഘടിപ്പിച്ചത് കായംകുളം നഗരം ഇപ്പൊ ഉണർന്നിട്ടുണ്ട്. വളരെ മോശമായ അവസ്ഥയിൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളും വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കാണ്. കായംകുളത്തുനിന്ന് പുറത്തുനിന്ന് ഒരാൾ കായംകുളത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു വലിയ എന്റർടൈൻമെന്റ് കായംകുളത്ത് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭയിൽ നമുക്ക് വലിയ സപ്പോർട്ടാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ചില വ്യക്തികൾ ഇതിനെ തകർക്കാൻ നോക്കുന്നു, ചില വ്യക്തികൾ ഇത് ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഈ മേള, ഈ ഫെസ്റ്റ്, ഈ കായംകുളത്തിന്റെ മഹോത്സവം വളരെ ഗംഭീരമായ രീതിയിൽ ഇത് വിജയിച്ച് മുമ്പോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് ആസ്വദിക്കാനും കുട്ടികൾക്ക് ആർത്തുല്ലസിക്കാനും അമ്യൂസ്മെന്റിന്റെ ഏറ്റവും വലിയ റൈഡാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മരണക്കിണറിന്റെ ഏറ്റവും വലിയ റൈഡ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡബിൾ ടയറുള്ള ഒരു മരണക്കിണർ വരുന്നത്. അതുപോലെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡുകൾ, അതുപോലെ ഫാമിലി ഗെയിമുകൾ, ഗാനമേള, ഫുഡ് കോർട്ട്, ബിരിയാണി സ്റ്റാള്, എല്ലാ സംവിധാനങ്ങളും. നമ്മളിപ്പോൾ ഓണത്തിന്റെ മഹോത്സവമായിട്ട് ഇപ്പോൾ കായംകുളം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കായംകുളത്ത് ജനങ്ങൾക്ക് വലിയൊരു എന്റർടൈൻമെന്റ്, അവരുടെ മുഖത്ത് തന്നെ ആ സന്തോഷം കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ കൗതുകകരമായിട്ടുള്ള പെറ്റ് ഷോയാണ്. പറക്കുന്ന അണ്ണാൻ, ഉൾക്കാടുകളിൽ നിന്ന് വരുന്ന വെള്ള കളറിലുള്ള മുള്ളംപന്നി, അതുപോലെ മലമ്പാമ്പിന്റെ പെരുമ്പാമ്പിന്റെ ഇനത്തിൽപ്പെടുന്ന വൈറ്റ് പൈത്തൻ, മക്കാവ് ഇനത്തിൽപ്പെടുന്ന വലിയ കിളികൾ, അങ്ങനെ നിരവധി കാണാൻ കൗതുകമേറുന്ന ഒരുപാട് പെറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖകരമായിട്ട് നാട്ടിൽ തന്നെ ഇതുപോലത്തെ ഒരു കൗതുക കാഴ്ച കാണുവാൻ വേണ്ടിയാണ് ഈ കായംകുളം ഫെസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഫെസ്റ്റുകൾ കായംകുളത്ത് വരട്ടെ. അതിനെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്. നല്ല വൻ വിജയത്തിലാണ് ഇന്ന് ഈ ഫെസ്റ്റിവൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സ്റ്റാളുകൾ ഉൾപ്പെടെ അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം വലിയ റൈഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികളെ മൊത്തം ആർത്തുല്ലസിക്കാൻ പറ്റിയ റൈഡുകളാണ്. ചെറിയ തുകയിലാണ് ടിക്കറ്റ് കാശ് പോലും. 30 രൂപയാണ് എൻട്രി പാസ് പോലും വെച്ചിരിക്കുന്നത്. എന്തായാലും തെക്കൻ തിരുവിതാംകൂറിന്റെ മണ്ണിൽ കായംകുളം എന്നൊരു പ്രദേശത്ത് വാണിജ്യ മേഖല എന്നറിയപ്പെടുന്ന നമ്മുടെ കായംകുളത്ത് ഓണവും നബിദിനവും എല്ലാം കൂടെ കൊണ്ട് ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ഓണം ഫെസ്റ്റോടനുബന്ധിച്ച് ഓണം ഫെസ്റ്റ് എന്നുള്ള ഒരു പരിപാടി കായംകുളം ഫെസ്റ്റാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു വലിയ സംരംഭം ചരിത്രം കുറിച്ചുകൊണ്ട് നമ്മുടെ കായംകുളം പട്ടണത്തിൽ ആദ്യമായി നമ്മുടെ ടൗണിലും നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു സംരംഭം ഒരുക്കി തന്ന എൽമസ് ഗ്രൗണ്ട് എന്ന ഒരു മഹാഗ്രൗണ്ട്. ഇവിടെ അറേബ്യൻ ജ്വല്ലറിയാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പബ്ലിസിറ്റി സ്പോൺസറും ചെയ്തിരിക്കുന്നത്. അവരുടെ സ്ഥാപനത്തിൻ്റെയും ഞങ്ങളുടെ വിജയത്തിൻ്റെയും തുടക്കത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ഫാമിലി എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ, കാറുകളുടെയും ബൈക്കുകളുടെയും മരണപ്പാച്ചിലുകൾ കാണാൻ മരണക്കിണർ, ആകാശം മുട്ട് നിൽക്കുന്ന കൊളംബിക്സ്, ഉയരങ്ങൾ താണ്ടും ജെയിൻ വീൽ റൈഡ്, ഫാമിലി ഗെയിമുകൾ, രുചികരമായ ഫുഡ് കോർട്ടുകൾ, വ്യാപാരമേള എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി നിരവധി റൈഡുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 10 മണി വരെ, മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 10 വരെയാണ് പരിപാടി നടക്കുന്നത്. സംഘാടകരായ ഷാജി കല്ലറയ്ക്കൽ, റഹീം ഓച്ചിറ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CDNet ന്യൂസ്, കായംകുളം.